സുഭാഷിതം അവതരിപ്പിക്കുന്നത് റവറന്റ് ഫാദർ വർക്കി ആറ്റുപുറത്ത്. എല്ലാവർക്കും അത്ഭുതകരമായ അപാരമായ കഴിവുകളാണ് ദൈവം നൽകിയിരിക്കുന്നത്. കഴിവില്ലാത്തവരായി ആരുമില്ല. എനിക്ക് ഒരു കഴിവുമില്ല എന്ന് പറയുന്നവരിൽ പോലും അനവധി കഴിവുകളുണ്ട്. എല്ലാവരുടെയും കഴിവുകൾ ഒരുപോലെയല്ലെന്ന് മാത്രം. ഞാൻ കഴിവില്ലാത്തവനാണെന്ന് ചിന്തിക്കുന്നവൻ പോലും അവന് ലഭ്യമായ കഴിവുകൾ വർദ്ധിപ്പിച്ചാൽ വലിയ ഔന്നത്യത്തിലെത്താം. ഭിന്നശേഷിക്കാരായവർ അതിന് ഏറ്റവും വലിയ തെളിവുകളാണ്. എല്ലാവരിലുമുള്ള കഴിവുകൾ അവരിൽ ഇല്ലെങ്കിലും അവർക്ക് ലഭ്യമായ പരിമിതമായ കഴിവുകൾ വളർത്തി ഉന്നതങ്ങളിലെത്തിയ എത്രയോ ഭിന്നശേഷിക്കാരുണ്ട്. ദരിദ്രരായവർ എങ്ങനെ കോടീശ്വരന്മാരായി, അംഗവൈകല്യമുള്ളവർ എങ്ങനെ ലോക ചാമ്പ്യന്മാരായി, ജന്മന വിക്കരായവർ എങ്ങനെ ലോകപ്രശസ്ത പ്രഭാഷകരായി, ശാരീരിക വൈകല്യമുള്ളവർ എങ്ങനെ എവറസ്റ്റ് കൊടുമുടി കയറി. ഇതിനെല്ലാമുള്ള കഴിവ് അവർക്കുണ്ടായിരുന്നത് കൊണ്ടാണ്. അപ്പോൾ കഴിവില്ലാത്തതല്ല, കഴിവ് കണ്ടെത്തി വളർത്താത്തതാണ് നമ്മുടെ പ്രശ്നം. ദൈവം ഓരോരുത്തർക്കും കൊടുത്ത കഴിവുകളുടെ 10% പോലും ഉപയോഗിക്കാതെ പാഴാക്കി കളയുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധിമാനെന്ന് അറിയപ്പെടുന്ന ആൽബർട്ട് ഐൻസ്റ്റീൻ പോലും ദൈവം അദ്ദേഹത്തിന് നൽകിയ ബുദ്ധിയുടെ 20% പോലും ഉപയോഗിച്ചില്ലെന്നാണ് പറയുന്നത്. ഉപയോഗിക്കാത്ത കഴിവുകളുടെ വലിയൊരു ശേഖരമാണ് ശവക്കല്ലറകളിൽ അടക്കം ചെയ്തിരിക്കുന്നത്. ഓരോരുത്തരുടെയും കഴിവുകൾ വ്യത്യസ്തമാണ്. സമാന സിദ്ധികളുള്ളവർ ഉണ്ടാവുകയില്ല. അതിനാൽ ഒരാൾ മറ്റൊരാളെ പോലെ ആവുകയല്ല, ഒരുവനിലെ പ്രത്യേകമായ കഴിവ് കണ്ടെത്തി വളർത്തി തനത് ശൈലിയിൽ പ്രകടിപ്പിക്കുകയാണ് വേണ്ടത്. ഒരാൾക്കുള്ള കഴിവ് മറ്റൊരാൾക്ക് ഇല്ലാത്തതുകൊണ്ട് അയാളെ കഴിവില്ലാത്തവനായി മുദ്ര കുത്തേണ്ടതില്ല. തന്നിരിക്കുന്ന കഴിവുകളൊന്നും തിരിച്ചറിയാതെയും ഉപയോഗിക്കാതെയും നശിപ്പിച്ചു കളയുന്നത് ദാതാവിനോടുള്ള നന്ദികേടാണ്. നിർഭാഗ്യവാനെന്നും കഴിവില്ലാത്തവനെന്നും മുദ്രയടിച്ച് എഴുതിത്തള്ളിയ എത്രയോ പേരാണ് പിൽക്കാലത്ത് ലോകപ്രശസ്തരായി മാറിയിട്ടുള്ളത്. ആനയ്ക്ക് തൻ്റെ ശക്തിയും കസ്തൂരിമാന് തന്നിലുള്ള സുഗന്ധവും തിരിച്ചറിയാൻ കഴിയാത്തതുപോലെയാണ് മനുഷ്യൻ. അവന് തൻ്റെ ശക്തിയും കഴിവും അറിയാൻ കഴിയാതെ പോകുന്നു. പരുന്തിൻ കുഞ്ഞ് കോഴിക്കോട്ടിൽ വളർന്ന് കോഴിക്കുഞ്ഞായി ജീവിക്കുന്നത് പോലെയാണ് പലപ്പോഴും നമ്മൾ. ലോകപ്രശസ്ത ഇറ്റാലിയൻ ശില്പി മൈക്കിൾ ആഞ്ചലോ ഒരു ദിവസം പാറമടയിൽ ചെന്ന് വലിയൊരു കരിങ്കൽ കഷ്ണം എടുത്തുകൊണ്ട് പോയപ്പോൾ കണ്ടു നിന്നവർ ചോദിച്ചു, താങ്കൾ എന്തിന് ഇത് എടുത്തുകൊണ്ട് പോകുന്നു? അദ്ദേഹം മറുപടി പറഞ്ഞു, ഇതിൽ ഒരു മനോഹര ശില്പമുണ്ട്. അവർ കരിങ്കല്ലിൽ സൂക്ഷ്മതയോടെ നോക്കിയിട്ട് പരിഹാസത്തോടെ ചോദിച്ചു, ഇതിൽ ശില്പമോ? ഞങ്ങൾ ഇതിൽ ഒന്നും കാണുന്നില്ലല്ലോ. മൈക്കിൾ ആഞ്ചലോ രൂപരഹിതമായ ആ പാറക്കല്ലിൽ ദീർഘനാളുകൾ കുത്തുപണി ചെയ്ത് പിയാത്ത എന്ന ലോകപ്രശസ്ത മനോഹര ശില്പമുണ്ടാക്കി. ചാരുതയാർന്ന ഒരു ശില്പമായി തീരുന്നതിനുള്ള സാധ്യത ആ കരിങ്കൽ കഷ്ണത്തിനുണ്ടായിരുന്നു. ഇതുപോലെ ഏത് രൂപവും കൊത്തിയെടുക്കാൻ സാധിക്കുന്ന ഒരു മനോഹര ശില്പമാണ് നമ്മൾ. എന്നാൽ നമ്മിലെ ശില്പം പലപ്പോഴും പ്രാകൃത രൂപത്തിലും അസംസ്കൃത ഭാവത്തിലും നിലകൊള്ളുകയാണ്. മനുഷ്യൻ്റെ ശക്തി സീമാതീതമാണ്. എഡിസന്റെ വാക്കുകൾ ശ്രദ്ധേയമാണ്. നിങ്ങൾക്ക് പരിമിതികൾ ഒന്നുമില്ല, നിങ്ങൾ നിങ്ങൾക്ക് പരിധി കൽപ്പിക്കുന്നില്ല എങ്കിൽ. മഹാത്മാർ ഏറെയും നമ്മേക്കാൾ കഴിവുള്ളവരായിരുന്നു. ഒരു മുട്ടയിൽ ആകാശവിധാനത്തിലൂടെ പാറിപ്പറക്കുന്ന ഒരു കഴുകൻ അടങ്ങിയിരിക്കുന്നത് പോലെ, ഒരു കടുകുമണിയിൽ ഒരു വൻ വൃക്ഷം അടങ്ങിയിരിക്കുന്നത് പോലെ നിന്നിൽ ഒരു മഹാശക്തി ഒളിഞ്ഞു കിടപ്പുണ്ട്. ചാരം മൂടിയ തീപ്പൊരി പോലെ, ക്ലാവ് പിടിച്ച സ്വർണം പോലെയാണ് നീ. ഈ ചാരം നീക്കിയാൽ തീപ്പൊരി കത്തി ജ്വലിക്കും, ക്ലാവ് മാറ്റിയാൽ സ്വർണം വെട്ടിത്തിളങ്ങും. നിന്നിലെ അപകർഷതാബോധമാകുന്ന ചാരം നീക്കിയാൽ, അലസതയാകുന്ന ക്ലാവ് മാറ്റിയാൽ നീ കത്തി ജ്വലിക്കും. നീ ശക്തനാണ്, നീ കഴിവുള്ളവനാണ്, നീ അസാധാരണക്കാരനാണ്, നീ അജയ്യനാണ്, നീ അമൂല്യനാണ്. നിന്നിലെ കഴിവും ശക്തിയും നിസ്സാരമല്ല. എന്തും ആയിത്തീരാനുള്ള മഹാശക്തി നിന്നിലുണ്ട്. ആയതിനാൽ നിന്നിലെ കഴിവ് കണ്ടെത്തൂ, വളർത്തൂ, വലിയവനാകൂ. സുഭാഷിതം അവതരിപ്പിച്ചത് റവറന്റ് ഫാദർ വർക്കി ആറ്റുപുറത്ത്.